lizbeekitchen എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി, ഒരു ഇൻസ്റ്റന്റ് ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി റവ ഇഡ്ഡലി, നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു റവ ഇഡ്ഡലിയാണ് നമ്മൾ പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾ എന്തായാലും മുഴുവനായിട്ട് വീഡിയോ കാണാം. വീഡിയോ കണ്ട് ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബും ചെയ്യാം. ഈ റവ ഇഡ്ഡലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് തലേ ദിവസം റവ ഒക്കെ സ്റ്റോക്ക് ചെയ്ത് വെച്ചിട്ടും നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. ഇതിപ്പോ നമുക്ക് പെട്ടെന്ന് രാവിലെ ഒന്നുമില്ല എന്ന് തോന്നുമ്പോ, ടേസ്റ്റി ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് വേണമെന്ന് തോന്നുമ്പോ നമുക്ക് പ്രിപ്പയർ ചെയ്യാവുന്ന ഒരു രീതിയിലാണ് നമ്മൾ ഇന്ന് റവ ഇഡ്ഡലി ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പൊ അതിന്റെ ഇടയിൽ നമുക്ക് ഈ പ്രിപ്പയർ ചെയ്ത് വെച്ച ആ ഒരു റവ ഉണ്ടല്ലോ, റോസ്റ്റ് ചെയ്ത് വെച്ച ആ റവ നമുക്ക് കുറച്ച് ദിവസം വേണമെങ്കിൽ ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് എടുത്ത് ഉണ്ടാക്കും ചെയ്യും. MTRന്റെ പ്രോഡക്റ്റിന്റെ വരുന്നുണ്ട് ഈ റവ ഇഡ്ഡലിയുടെ. അപ്പൊ ആ ഒരു ടേസ്റ്റിലേക്കാണ് നമ്മൾ ഉണ്ടാക്കുന്ന റവ ഇഡ്ഡലി വരാൻ പോകുന്നത്. അപ്പൊ എന്തായാലും നിങ്ങൾ മുഴുവനായിട്ട് വീഡിയോ കാണും കേട്ടോ. നമുക്ക് നമ്മുടെ ഇൻഗ്രീഡിയൻസ് പരിചയപ്പെടാം. 1 കപ്പ് വറുക്കാത്ത റവയാണ് നമ്മളിവിടെ എടുത്തു വെച്ചിരിക്കുന്നത്. നമുക്ക് ഓയിൽ വേണമെങ്കിൽ ഉപയോഗിക്കാം, അല്ലെങ്കിൽ ഗീ വേണമെങ്കിൽ ഉപയോഗിക്കാം. പിന്നെ 2 ടീസ്പൂൺ ഗീ ആണ് ഞാൻ ഉപയോഗിക്കുന്നത്. ഓയിലാണ് ഉപയോഗിക്കുന്നതെന്ന് വെച്ചാൽ സൺഫ്ലവർ ഓയിൽ ഉപയോഗിക്കാം. ഒരു 3 ടീസ്പൂൺ ഓയിൽ ഉപയോഗിക്കാം. പിന്നെ 1/2 ടീസ്പൂൺ കടുക്, 1/4 ടീസ്പൂൺ നല്ല ജീരകം, 1 ടേബിൾ സ്പൂൺ പൊട്ടുകടല, നമുക്കൊരു പിഞ്ച് കായംപൊടി വേണം. പിന്നെ ഒരു 2 ടേബിൾ സ്പൂൺ ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്ത്, അതൊരു പകുതി ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തിട്ടുള്ളതാണത്. പിന്നെ ഒരു ചെറിയ തണ്ട് കറിവേപ്പില, കുറച്ച് കറിവേപ്പില എടുത്താൽ മതി. 1 പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞിട്ടിട്ടുണ്ട്. ഒരു വലിയ കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് ചോപ്പ് ചെയ്തിട്ടിട്ടുണ്ട്. അപ്പൊ പച്ചമുളക് വേണമെങ്കിൽ ചെറിയ കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ ഒഴിവാക്കാം കേട്ടോ. പിന്നെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി എടുത്തു വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് ഒരു 3/4 കപ്പ് തൈര്, പിന്നെ ആവശ്യത്തിന് വെള്ളം വേണം. ഇപ്പൊ ആദ്യം ഒരു 1/2 കപ്പ് മതി കേട്ടോ. അത് കഴിഞ്ഞിട്ട് പിന്നെ കുറച്ച് കൂടുതൽ വെള്ളം വേണം. പിന്നെ നമുക്ക് 2 നുള്ള് ബേക്കിംഗ് സോഡ വേണം. പിന്നെ ഇനോ അല്ലെങ്കിൽ ഫ്രൂട്ട് സോൾട്ട് ഒക്കെ ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ അതും നമുക്ക് ഉപയോഗിക്കാം കേട്ടോ. പിന്നെ കുറച്ച് കൊറിയാണ്ടർ ലീവ്സ് ഞാൻ ചോപ്പ് ചെയ്തിട്ടുണ്ട്. പിന്നെ കുറച്ച് നട്ട്സ് ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. ഒരു 1/2 ടീസ്പൂണോളം ഉപ്പ് നമുക്ക് ആവശ്യമുണ്ട്. നമുക്ക് വറുത്ത റവ ആയാലും നമുക്ക് ഇതിലൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം, നല്ല ടേസ്റ്റ് ആണ് കേട്ടോ. അതുപോലെ ഗീ ആയി കഴിഞ്ഞാൽ ഒരു പ്രത്യേക ടേസ്റ്റാണ്. അപ്പൊ അതുകൊണ്ട് ഞാൻ 2 ടീസ്പൂൺ ഗീ യൂസ് ചെയ്തിട്ടാണ് റോസ്റ്റ് ചെയ്യാൻ പോണത്. അപ്പൊ നമുക്കൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് 2 ടീസ്പൂൺ ഗീ ഇട്ട് ഒന്ന് ചൂടാക്കാം. നമുക്ക് കടുക് ജീരകം ഒപ്പം തന്നെ ഇട്ട് കൊടുക്കാം കേട്ടോ. കടുകും ജീരകം പൊട്ടി കഴിഞ്ഞോടുകൂടി നമുക്ക് പൊട്ടുകടല ഇട്ട് കൊടുക്കാം. ജസ്റ്റ് ഒന്ന് ഒരു 2 സെക്കൻഡ് ജസ്റ്റ് ഒന്ന് സോട്ട് ചെയ്തതിന് ശേഷം കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഇഞ്ചി അരിഞ്ഞതും പച്ചമുളകും കൂടി ഇട്ട് കൊടുക്കാം. ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തത്, ഇതൊക്കെ ഒരു 2-3 സെക്കൻഡ് വെച്ചിട്ട് വഴറ്റിയാൽ മതി കേട്ടോ. 2 നുള്ള് കായംപൊടി, ഇനി നമ്മൾ മഞ്ഞൾപ്പൊടി ഒരു 1/4 ടീസ്പൂൺ എടുത്ത് വെച്ചിട്ടുണ്ട്. അത് ഇനി ഇതിലേക്ക് നമ്മൾ റവ ഇട്ട് കൊടുക്കാൻ പോവാം കേട്ടോ. ഇട്ടിട്ട് ഒരു 5 മിനിറ്റ് ലോ ഫ്ലെയിമിൽ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. അപ്പൊ ഇത്രയും മതി. ഒരു 5 മിനിറ്റ് നമ്മൾ ലോ ഫ്ലെയിമിലിട്ട് റോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഇതിലെ ഒരു 1/2 ടീസ്പൂൺ ഉപ്പും കൂടി ഇട്ട് വെച്ച് ഇത് കൂളാക്കിയതിന് ശേഷം നമ്മൾ ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഉപ്പുമാവ് ഉണ്ടാക്കാൻ ഭയങ്കര ഈസിയാണ്.
എന്താ വെച്ചാൽ നമ്മള് ഫ്രിഡ്ജിൽ വെക്കാൻ പറഞ്ഞതിന്റെ കാരണം എന്താ വെച്ചാൽ നമ്മൾ വെജിറ്റബിൾസ് ഇട്ടു, ക്യാരറ്റ് ഇട്ടുണ്ട്. അപ്പൊ ഒരുപാട് ഇങ്ങനെ ഇതാക്കിയിട്ടില്ല, നമ്മൾ ഇപ്പൊ തന്നെ ഉണ്ടാക്കാൻ വേണ്ടിട്ട് ചെയ്ത കാരണമാണ്. അപ്പൊ നന്നായിട്ട് അതൊക്കെ റോസ്റ്റ് ചെയ്തെടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് പുറത്ത് വെക്കാം, പാക്ക് ചെയ്ത് വെക്കാം. ഇരട്ടി വെള്ളം ഒഴിച്ചാൽ മതി. ഇപ്പൊ 1 കപ്പ് റവ എടുത്തു കഴിഞ്ഞാൽ 2 കപ്പ് വെള്ളം ഒഴിച്ച് ജസ്റ്റ് ഒന്ന് ചൂടാക്കി തിളച്ച് വരുമ്പോഴേക്കും നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഉപ്പുമാവ് റെഡി. അപ്പൊ ജോലിക്ക് പോകുന്ന അമ്മമാർക്ക് ഭയങ്കര ഈസിയാണ് ഇത് ഇങ്ങനെ പ്രിപ്പയർ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ, നല്ല ടേസ്റ്റുമാണ്. പിന്നെ നമ്മള് ഇതില് സോഡാപ്പൊടിയും ഉപ്പും കൂടി ചേർത്ത് ഇതുപോലെ ആക്കി ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് തന്നെ ഈസി ആയിട്ട് കുറച്ച് തൈരും ലൈറ്റ് ആയിട്ടുള്ള ചൂടുവെള്ളം ചേർത്ത് കലക്കി നമുക്ക് പെട്ടെന്ന് തന്നെ ഇഡലിയോ അല്ലെങ്കിൽ ഇതിന്റെ റവ ദോശയോ അങ്ങനെ പല വെറൈറ്റികളായിട്ടുള്ള സംഭവങ്ങൾ ഉണ്ടാക്കാൻ പറ്റും. അപ്പൊ ജോലിക്ക് പോണ അമ്മമാർക്ക് പറ്റുന്ന ഒരു റെസിപ്പി തന്നെയാണ് കേട്ടോ ഇതിപ്പോ നമ്മള് ഇൻസ്റ്റന്റ് ആയിട്ട് ഇപ്പൊ തന്നെ നമ്മള് പ്രിപ്പയർ ചെയ്യാൻ പോവാണ്. അപ്പൊ ഇതൊന്ന് ചെറുതായിട്ട് കൂളായി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അടുത്ത പ്രിപ്പറേഷൻ ചെയ്യാം. ഇതൊന്ന് കൂളാവാൻ വേണ്ടിയിട്ട് നമ്മൾ നേരത്തെ എടുത്ത ആ പാത്രത്തിലേക്ക് തന്നെ നമുക്ക് ഇട്ട് കൊടുക്കാം. ഇച്ചിരി ലൈറ്റ് ചൂടുണ്ടായാലും കുഴപ്പമില്ല കേട്ടോ, നന്നായി ചൂടാറണമെന്നില്ല. അപ്പൊ ഇതൊന്ന് ചെറുതായിട്ട് കൂളായിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന തൈര്, 1/2 ടീസ്പൂൺ ഉപ്പ്, കുറച്ച് മല്ലിയില, പിന്നെ കുറച്ച് വെള്ളം. ഇതൊരു 1/2 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് ആദ്യം ഇതൊന്ന് സോക്കാവാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം. അപ്പൊ ഈ റവയൊക്കെ പൊടിച്ചെടുത്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഇഡലി ഉണ്ടാക്കി വരുമ്പോൾ ഇത്തിരി ഒരു ചൂയി ആ ഒരു ടെക്സ്ചറാണ് വരിക. അപ്പൊ ഇതേപോലെ തന്നെയുള്ള റവയാണ് ഇങ്ങനെ റവ ഇഡലി ഉണ്ടാക്കുമ്പോൾ കൂടുതൽ ടേസ്റ്റ് ഉണ്ടാകും. ഇതൊരു 2 മിനിറ്റ് ഇങ്ങനെ ഇരിക്കട്ടെ കേട്ടോ, സോക്കായിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് പാകത്തിന് വെള്ളം ഒഴിച്ചിട്ട് കലക്കാം. അപ്പോ നമുക്ക് ഇഡലി മാവിന്റെ ഒരു കൺസിസ്റ്റൻസി അറിയാലോ, ആ ഒരു കൺസിസ്റ്റൻസിയിലേക്ക് നമ്മൾ ആദ്യം കലക്കി വെക്കാം. അത് കഴിഞ്ഞ ഒരു 10-15 മിനിറ്റ് നമ്മൾ റെസ്റ്റ് ചെയ്തതിന് ശേഷം വീണ്ടും ആവശ്യമുണ്ടെങ്കിൽ മാത്രം കുറച്ചും കൂടി വെള്ളം ആഡ് ചെയ്യാം. അപ്പൊ സോഡാപ്പൊടി ഈ സമയത്ത് ചേർക്കരുത്. നമ്മളെപ്പോഴാണ് നമ്മൾ ഉണ്ടാക്കണമെന്ന് വെച്ചാൽ ആ സമയത്ത് മാത്രമേ സോഡാപ്പൊടി ചേർക്കാവൂ. അപ്പൊ ഈ ഒരു ഇഡലി മാവിന്റെ ഒരു കൺസിസ്റ്റൻസിയില് അതില് നമ്മളൊരു 10-15 മിനിറ്റ് നേരം റെസ്റ്റ് ചെയ്യാൻ വയ്യ കേട്ടോ. അപ്പൊ ഇതൊരു 15 മിനിറ്റ് ഇതേപോലെ ഇരുന്നത് എങ്ങനെ ആയിണ്ട്. അപ്പൊ ഇത്രയും കൂടി തിക്കായിണ്ട്. വേണമെന്ന് വെച്ചാൽ കുറച്ച് വെള്ളം കൂടി ആഡ് ചെയ്യാം കേട്ടോ, ഒരു 2 ടേബിൾ സ്പൂൺ ഒക്കെ മതിയാവും. ഞാനിവിടെ ഒരു ഇഡലി ചെമ്പ് വെള്ളം ഒഴിച്ചിട്ട് തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. തിളച്ച് വന്നിട്ട് തുടങ്ങിയിട്ടുണ്ട്. ചെറുതായിട്ട് ഇതിൽ ഞാൻ എണ്ണ ബ്രഷ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഇപ്പൊ നമ്മൾ ഉണ്ടാക്കാൻ പോവാണ്. അപ്പൊ ആ സമയത്താണ് നമ്മൾ സോഡാപ്പൊടി ആഡ് ചെയ്യാൻ പോണത്. സോഡാപ്പൊടി ആഡ് ചെയ്യാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് കുറേശ്ശെ ഒഴിച്ചു കൊടുക്കാം. നട്ട്സ് ഇവിടെ മുകളിൽ വെച്ചു. അപ്പൊ ആദ്യത്തെ നമുക്കൊന്ന് ഇറക്കി വെക്കാം. ഇനി നമുക്ക് ഒരെണ്ണം കൂടി വെച്ചിട്ട് അതിലും കൂടി ഒഴിച്ചു കൊടുക്കാം കേട്ടോ.
ഇനി ഒരു 10 മിനിറ്റ് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. അപ്പൊ ഏകദേശം ഒരു 10 മിനിറ്റ് വെന്തിട്ടുണ്ട് കേട്ടോ. അത് ഇപ്പൊ വെന്തിട്ടുണ്ടാവും. ഇനി ഇതൊന്ന് കൂളാവാൻ വേണ്ടിയിട്ട് നമുക്ക് മാറ്റി വെക്കാം കേട്ടോ. ചൂടാറിയിട്ട് നമുക്കിതൊന്ന് അടർത്തി എടുക്കാം.